എല്ലാവർക്കും ജെ ഗാർഡൻ ലീവ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. നിങ്ങൾക്കൊക്കെ ഇപ്പം നല്ല പരിചയമുണ്ടല്ലോ നമ്മുടെ ഈ കുഞ്ഞു വാഴത്തോട്ടം. കണ്ടില്ലേ, എല്ലാം നല്ല പോലെ കൊലകളൊക്കെ വിരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പം കുറേയൊക്കെ നമ്മൾ ഇതിനകത്ത് കൂമ്പ് ഒടിച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കി നമുക്ക് ഒടിക്കാനുള്ള കൂമ്പ് ഒടിക്കുകയും വേണം. ഇത് കണ്ടില്ലേ, നമ്മൾ ഈ വാഴക്കച്ചിയൊക്കെ കണ്ടിക്കാതെ നിർത്തിയത്. ഇതും കൊണ്ട് നമുക്ക് ഇതിന് നല്ല പോലെ കവർ ചെയ്ത് കൊടുക്കണം. ഇത് നമ്മൾ കവർ ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ കായ വിളഞ്ഞു വരുമ്പോൾ നല്ല കളറും കിട്ടും. അതുപോലെ തന്നെ നമുക്കിത് വവ്വാലൊക്കെ വന്ന് ഈ കായ്കൾ നശിപ്പിച്ച് കളയാതിരിക്കാനും കൂടിയാണ് നമ്മളിത് ചെയ്യുന്നത്. ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് കണ്ടാലോ? അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിനായിട്ട് നമുക്ക് ഈ വാഴക്കച്ചി കണ്ടിച്ചെടുക്കാം. ഇനി നമുക്കിത് രണ്ടും ഒരുപോലെ വെച്ചിട്ട് ഇതിൻ്റെ നടുഭാഗത്ത് ഇതുപോലെ ഒരു കെട്ട് കൊടുക്കണം. ആദ്യം നമുക്ക് ഈ കൂമ്പ് ഒടിച്ചെടുക്കാം. ഇത് നമ്മൾ ഇതിനകത്തുനിന്ന് കട്ട് ചെയ്ത വാഴയുടെ കച്ചിയാണ്. ഇതിന്റെ നടുഭാഗത്ത് നമ്മളൊരു ചെറിയ കെട്ട് കൊടുത്ത് ഒരുപോലെ ഇരിക്കുന്ന രീതിക്ക്, കണ്ടില്ലേ? ഇനി നമ്മൾ ഇതുപോലെ കവട്ടയുള്ളൊരു കമ്പിൽ ഇത് വെക്കുക. ഇതുപോലെ എടുത്ത് ഇതിലിങ്ങനെ വെക്കുക. എന്നിട്ട് ഇത് ഓരോന്നായിട്ട് ഓരോ കായയുടെ ഇടയ്ക്കോട്ടായിട്ട് വെക്കുക. ഇതുപോലെ ഓരോ വള്ളിയായിട്ട് എടുത്തിട്ട് നമ്മൾ ഓരോ പടലയുടെ ഇടയ്ക്കായിട്ട് കറക്റ്റായിട്ട് കാ മറയുന്ന രീതിയിൽ വെച്ചു കൊടുക്കുക. ഇതുപോലെ നമുക്കിതെല്ലാത്തിനും ചെയ്തു കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് നമുക്കിതുപോലെ ഇതുപോലെ കവർ ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് എത്ര ഹൈറ്റിൽ നിൽക്കുന്ന വാഴയാണെങ്കിലും നമുക്ക് നല്ല നീളമുള്ള ഒരു കമ്പുണ്ടെങ്കിൽ ഇതുപോലെ വളരെ സിമ്പിളായിട്ട് നമുക്കത് നല്ലപോലെ കവർ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. വാഴക്കൃഷി ചെയ്യുമ്പോൾ അതിൻ്റെ കൂമ്പൊടിച്ച് കഴിഞ്ഞാൽ കഴിവതും ഇതുപോലെ നല്ലപോലെ കവർ ചെയ്തിടാനായിട്ട് ശ്രദ്ധിക്കണം. അതിൻ്റെ തന്നെ കച്ചിയും കൊണ്ട് തന്നെ, വാഴക്കച്ചിയും കൊണ്ട് തന്നെ നമുക്കിതുപോലെ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഇതുപോലെ കവർ ചെയ്ത് കൊടുത്താൽ വിളഞ്ഞു കഴിയുമ്പോൾ നല്ല കായ്ക്ക് നല്ല കളറും, അതുപോലെ തന്നെ നമുക്ക് വവ്വാല് വന്ന് ഇതിൻ്റെ കായ്കളെല്ലാം നശിപ്പിച്ച് കളയാതിരിക്കാനും സാധിക്കും. നമുക്ക് സ്വന്തമായി തന്നെ ഇത് ചെയ്യാനും സാധിക്കും. കണ്ടില്ലേ, നമ്മളെല്ലാ വാഴയും ഇതുപോലെ കവർ ചെയ്ത് വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്തെടുക്കാനും സാധിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മൾ ഈ വാഴ കൃഷി ചെയ്തു കൊടുത്ത പരിചരണ രീതികളെല്ലാം ഇഷ്ടമായോ? വീഡിയോ ഇഷ്ടമായി തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഓണാക്കി ഇടുക. ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.